നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തൗബ ചെയ്യുന്നതിൽ നിങ്ങൾ തടസ്സമായി നിൽക്കുന്നത് എന്ത് കാരണമാണെങ്കിലും ആ കാരണങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിൽ, മൈൻഡിൽ ശൈത്താൻ ഇട്ട് തരുന്ന. വളരെ ശ്രദ്ധിക്കണം. തൗബ ചെയ്യുന്നതിലേക്ക് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെല്ലാം ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുവോ ആ ചിന്തകളൊക്കെയും നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ട് തരുന്ന ശൈത്താനാണ്. അല്ലേ? ചില ആളുകൾ ചിന്തിക്കുക, ശൈത്താൻ മനസ്സിലിട്ട് കൊടുക്കുക എന്താ, നീ എത്ര കാലം എത്ര തെറ്റ് ചെയ്തു, നീ 10, 50, 40 വർഷത്തോ ഇത്രയും കാലം നീ തെറ്റുകൾ ചെയ്ത് അതിനൊന്നും ഒരു കണക്കില്ല. ഇത്രയും തെറ്റ് ചെയ്തിട്ട് നീ ഇനിയിപ്പോ തൗബ ചെയ്യാനോ എന്ന് ശൈത്താൻ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോൾ തൗബ ചെയ്യുന്നോ ആ സമയം മുതൽ അവിടെ അങ്ങോട്ട് അള്ളാഹു എന്ത് ചെയ്യും, പുതിയൊരു നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. ഹസൻ ബസർ റഹിമുള്ള പറഞ്ഞതുപോലെ, അഹ്സിൻ ഫീമാ ബഖി യുഗ്ഫർ ലക മാ ഖദ് മദ. ഇനിയുള്ള കാലം നീ നന്നാക്കിയാൽ കഴിഞ്ഞു പോയതൊക്കെ നിനക്ക് പുറത്തു വരപ്പെടും. ഇനിയുള്ളത്, നിന്റെ ഇനിയുള്ള ഫ്യൂച്ചർ നീ നന്നാക്കി കഴിഞ്ഞാൽ നിന്റെ പാസ്റ്റിൽ കഴിഞ്ഞു പോയതൊക്കെയും റബ്ബ് നിനക്ക് പുറത്തു വരും. ഇതിനേക്കാൾ വലിയ വാഗ്ദാനം എന്താ വേണ്ടത്? ഇതിനേക്കാൾ വലിയ പ്രോഫിറ്റ്, ലാഭം എന്താണുള്ളത്? ഇനിയുള്ള കാലം നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതൊക്കെ റബ്ബ് പുറത്തു വരും. ഒരിക്കലും നമ്മൾ എന്ത് വിചാരിച്ചു, ഞാൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തില്ലേ, ഇത്രയും തിന്മകൾ ചെയ്തു കൂട്ടി, ഇത്ര വർഷക്കാലം ഞാൻ തിന്മകൾ തന്നെ തുടർന്നില്ലേ, ഇനി എനിക്കങ്ങനെ നന്നാവാൻ സാധിക്കും, എന്റെ തെറ്റുകൾ റബ്ബ് എനിക്കങ്ങനെ പുറത്തു തരും. നമ്മളങ്ങനെ ചിന്തിക്കേണ്ട. അത് ശൈത്താൻ ഇട്ട് തരുന്ന ചിന്തയാണ്.